ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വഴുതനങ്ങ തീയലാണ്. ഇത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി 4 വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മുറിച്ചെടുത്ത ശേഷം വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോകും. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണിന് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും, ഒരു ചെറിയ കഷ്ണം പട്ടയും, 2 നുള്ള് ഉലുവയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിവകകളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ ഏറ്റവും കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വഴുതനങ്ങ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് ഈ വഴുതനങ്ങ മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പകുതി സവാളയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയുടെ കൂട്ടാണ്. നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായി ചേർക്കുന്നത് പുളിയാണ്. കുറച്ച് പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പും പുളിയും എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള തീയൽ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വഴുതനങ്ങ കഷ്ണങ്ങൾ ഞാനൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ രുചികരമായിട്ടുള്ള വഴുതനങ്ങ തീയൽ ഇവിടെ റെഡിയാകുവാണ്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ അമ്മയുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത്. ഇത് കടുക് വറുത്ത് ചേർക്കുന്നതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് പൊട്ടിച്ചത്. 1 ടേബിൾ സ്പൂൺ സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും ഏറ്റവും നല്ലത്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള വഴുതനങ്ങ തീയൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.